വിക്രം അങ്ങനെ മുറിയിൽ വന്നിരിക്കുന്ന സമയത്ത് ചുമരിലൊരു കടലാസ് മുല്ലപ്പൂ അങ്ങനെ ഞാറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെന്നെടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിരുന്നിട്ട് പഴയ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് വിക്രമും വേദയും കൂടിയിട്ട് ഒരിക്കലും അമ്പലത്തിൽ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം ആലോചിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ പോവുകയാണ് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട്. ആ പെൺകുട്ടിനെ ഇങ്ങനെ വിക്രം നോക്കണ കണ്ടിട്ട് വേദയ്ക്ക് കുശുമ്പാവാണ്. അപ്പോൾ വേദ ഇങ്ങനെ പറഞ്ഞാണ്, ആ അണ്ണാനെന്തായാലും മരം കയറ്റം മറക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, അയ്യേ ഞാൻ ആ ടൈപ്പൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടോ. പിന്നെ എന്തിനാ നോക്കിയത്, ഞാൻ വെറുതെ ആ പെൺകുട്ടി അതിലെ പോയപ്പോൾ എന്ന് പറഞ്ഞിട്ടോ. പെൺകുട്ടിയോ അതോ അത് പെൺകുട്ടിയല്ല, ചിലപ്പോൾ ആ കുട്ടിക്കൊരു പെൺകുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കളിയാക്കാണ്. ഓ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, പിന്നെ എന്താണോ ശ്രദ്ധിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടീൻ്റെ മുടി ശ്രദ്ധിച്ചതാ. മുടിയോ? ആ മുടിയിൽ കണ്ടില്ലേ മുല്ലപ്പൂ വെച്ചിരിക്കുന്നത് നോക്കിയാണ് ഞാൻ ആ മുല്ലപ്പൂവാന്ന് നോക്കിയതെന്ന് പറയും കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാൻ ആ പെൺകുട്ടീനെ ഒന്നും നോക്കിയല്ല. അതെ എനിക്ക് തനിക്കന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ എന്ന് പറഞ്ഞിട്ട്. ഓ ഒരു ദുർവാസാവ് വന്നിരിക്കുന്നു. ഞാൻ ദുർവാസാവിനേക്കാളും വലിയ ആളാണെന്ന് പറയും കേട്ടോ. എന്നെ മയക്കാനായിട്ടൊന്നും കാത്തിരിക്കേണ്ട ഒരാളെന്ന് പറയും. ഓ പിന്നെ മയക്കാനായിട്ട് കാത്തിരിക്കാൻ പറ്റിയ ആളും എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും കളിയാക്കാണ്. അങ്ങനെ ഞാൻ എപ്പോഴോ ഒരു ദിവസം കയറി വന്നു, അതുപോലെ ഒരു ദിവസം തിരിച്ചും പോകും, അത്ര തന്നെ. അപ്പോൾ വിക്രമിന് വല്ലാത്ത വിഷമാവാട്ടോ. വിക്രം പറയും, നീ എന്താ പറഞ്ഞത്? ഞാനൊരു തമാശ പറയുന്നത് വിചാരിച്ചിട്ട്. ഞാൻ പക്ഷേ തമാശയൊന്നുമല്ല പറഞ്ഞത്. ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? എനിക്ക് എപ്പോഴോ പോകണമെന്ന് തോന്നുമ്പോൾ ഞാനപ്പോൾ പോകും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാൻ, അയ്യേ ഒരു തമാശ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വെറുതെ എന്തിനാ മൂഡ് കളയുന്നതെന്ന് പറയാം കേട്ടോ. മൂഡോ? എനിക്ക് മൂഡ് പോയിട്ടൊന്നുമില്ല, ഞാൻ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നപ്പോൾ ഉള്ള മൂഡ് തന്നെയാണെന്ന് പറയും കേട്ടോ. ആണോ? അങ്ങനെയാണോ? ആ അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാൻ ആ കടയിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂ മേടിച്ചേട്ടെ. പിന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണമൊന്നും അങ്ങനെ ഇഷ്ടമല്ല, എന്നിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നിവർത്തിയുടെ കൊണ്ട് വെച്ചിട്ടുള്ളതാണെന്ന് പറയട്ടോ. എന്നാലേ മണമില്ലാത്ത മുല്ലപ്പൂ ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിലേക്ക് പോകുകയാണെ. അവിടെ ചെന്നിട്ട് കുറച്ച് കടലാസ് പൂ വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ അതെടുത്ത് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് വേറെ പറയാം, ഓഹോ പ്ലാസ്റ്റിക് ചോദിക്കണേ. അയ്യേ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് പേപ്പറിൻ്റെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറുള്ളൊരു പൂവാണ്. ഇതിൽ നമ്മൾ ഏത് സ്പ്രേ ആണോ അടിക്കുന്നത് ആ സ്പ്രേൻ്റെ മണം നിലനിൽക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ അതെടുത്തിട്ട് പറയാണ്, ഓഹോ അപ്പോൾ ഇത് വെക്കണോ ഞാൻ? താൻ മുല്ലപ്പൂ വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ചിട്ട് വന്നല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒറിജിനൽ മുല്ലപ്പൂ തന്നെ വെച്ചേനല്ലോ, പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അന്ന് ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരട്ടെ. വേണ്ട ഇനിയിപ്പോൾ എന്തായാലും വേറെ മേടിക്കാനൊന്നും നിൽക്കണ്ട, ഇത് മേടിച്ചതല്ലേ ഇത് തന്നെ വെക്കാം എന്ന് വേദ വിക്രമിനോട് പറയുകയാണ്. ഞാൻ പേഴ്സും ഫോണൊക്കെ വിക്രമിൻ്റെ ബൈക്കുമ്മൽ വെച്ചിട്ട് ആ മുല്ലപ്പൂ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ മുല്ലപ്പൂ വെക്കുന്ന ഇങ്ങനെ വിക്രം നോക്കി നിൽക്കുകയാണ്. അതിന് ശേഷം വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അങ്ങനെ തന്നെ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ കുറച്ച് സമയം എന്ന് പറയുകയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആ മുല്ലപ്പൂവൊക്കെ വയ്ക്കുന്നതൊക്കെ വിക്രം തൻ്റെ ഫോണിൽ ഫോട്ടോസുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് വേദ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. തിരിഞ്ഞ് നോക്കുന്നതും പല സൈഡുകളിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നതായിട്ടൊക്കെ ഉള്ള പല പോസുകളിലുള്ള ഫോട്ടോസൊക്കെ വിക്രം എടുക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വിക്രം ആ ഫോട്ടോസൊക്കെ എടുക്കണതാണ്. ഇപ്പോൾ വേദയ്ക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് വേദയാണെന്നുണ്ടെങ്കിലും ആ ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാം. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണോ പറഞ്ഞത് ദുർവാസാവ്? ഒരു മുഴം മുല്ലപ്പൂ കടലാസ് പൂവ് വെച്ചപ്പോഴത്തേക്കും ദുർവാസാവിൻ്റെ തപസ് മുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യമൊക്കെ വിക്രം എങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. വേഗം തന്നെ തൻ്റെ ഫോൺ എടുക്കുകയാണ്. അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോസൊക്കെ വീണ്ടും നോക്കിയിരിക്കുകയാണ് കേട്ടോ. വേദനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രാധേനെയാണ്. രാധ ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദിനി വരികയാണ്. നന്ദിനിയെ കാണുമ്പോൾ തന്നെ രാധയ്ക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ നന്ദിനിയല്ല രാധ ചോദിക്കുന്നുണ്ട്, എന്താ വന്നതെന്ന് ചോദിക്കുകയാണെ. നീ എന്താടി ഇങ്ങനെ ഒരു പരിചയമില്ലാത്തതുപോലെ സംസാരിക്കുന്നത്, നിനക്ക് എന്താണോ ഓർമ്മയില്ലെന്നൊക്കെ ചോദിക്കുകയാണെ. ഓർമ്മയില്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ ആരാ പാവപ്പെട്ട ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറഞ്ഞു, ഞാനും നിന്നെ പോലെ പാവപ്പെട്ട വീട്ടിൽ തന്നെയാണ്, അല്ലാണ്ട് ഞാൻ വലിയ കൊമ്പത്തൊന്നുമല്ല. ആക്ച്വലി വിനയേട്ടൻ്റെ ആലോചന വന്നപ്പോഴേ ഞങ്ങളെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് അപ്പുറത്ത് തന്നെ ആ ഒരു കല്യാണം ഉറപ്പിച്ചതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണേ. പക്ഷേ ഞാനെന്തായാലും നിന്നെ അങ്ങനെ മറക്കൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ രാധ പറയുന്നത്, നന്ദിനിയടുത്ത് എന്തിനാണ് വന്നത് അത് പറയും. ഓ നീ എന്നെ നന്ദിനിയടുത്ത് നിന്നെങ്കിലും വിളിച്ചല്ലോ എന്ന് പറയണേ. അത് പിന്നെ ഒരു കാലത്ത് ആ ഏട്ടത്തിയായിട്ട് കാണുകയും ആ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയെന്നൊക്കെ വിചാരിച്ചിരുന്നതല്ലേ. പക്ഷേ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു മറിഞ്ഞു പോയല്ലോ. പക്ഷേ നാവ് ശീലിച്ചതുപോലെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. നാവ് മാറ്റാൻ പറ്റില്ല. നാവിൻ്റെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതല്ലേ വിളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ രാധ പറയുകയാണേ. അന്നേരം പറയുന്നുണ്ട്, നീയും ആ വീട്ടിലേക്ക് മരുമകളായിട്ട്, രാധല്ല നന്ദിനി പറയുകയാണ്, നീയും ആ വീട്ടിലേക്ക് മരുമകളായിട്ട് വരണം എന്നൊക്കെ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. ഞാനൊരു സാധാരണക്കാരി, നീ ഒരു സാധാരണക്കാരി. ശ്രീജേടത്തിയാണെന്നുണ്ടെങ്കിലും അതെ പാവപ്പെട്ട വീട്ടിലെയാണ്.
പക്ഷെ എന്ത് പറയാനാ, അപ്പോഴേക്കുമായി കൊമ്പത്തെ മഹാറാണി വന്ന് കയറിയില്ലേ. എന്നിട്ട് ഇപ്പം എന്തായി, കൊമ്പത്തെ മഹാറാണി വന്ന പോലെ പോയില്ലേ എന്ന് ചോദിക്കാനേ. അപ്പോൾ രാധ പോയോ ചോദിക്കാൻ. ആര് പോയിന്ന്? എടി വേദ പോയി, അത് പറയാനല്ലേ നിന്നോട് ഞാൻ വന്നത് എന്ന് പറയാം കേട്ടോ. അവളെ വന്നതുപോലെ തന്നെ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് എടുത്ത് പോയി. ഞങ്ങളോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് പോയത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു നോക്കിക്കോ. ഇതാണ് പറ്റിയ സമയം. നീ ഒരു കാര്യം ചെയ്യ്, ഈ സമയത്ത് വിക്രമിൻ്റെ മനസ്സിൽ കയറി പറ്റിയാൽ വിക്രമിൻ്റെ ഭാര്യയായിട്ട് നിനക്ക് ആ വീട്ടിൽ ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാധ പറയണം, നന്ദിനി അടുത്ത് എന്നെ പറ്റി എന്താ വിചാരിച്ചത്? അങ്ങനെ കുട്ടി ചത്ത് കട്ടിലൊഴിയാൻ കാത്തിരുന്ന ഒരാളാണ് ഞാൻ എന്നാണോ നന്ദിനി അടുത്ത് വിചാരിച്ചത്? പഴയ സമയത്തൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല, മോഹവും ഇല്ല. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് അവർ എന്നെ തീർത്തോളും. തൽക്കാലം നന്ദിനി അടുത്ത് അതിൽ ഇടപെടണ്ടെന്ന് പറയുകയാണേ. അന്നേരം നന്ദിനി പറയാണ്, അതെ ഞാനിതിവിടെ വന്ന് പറഞ്ഞത് എനിക്ക് വലിയ ഗുണമുണ്ടായിട്ടൊന്നുമില്ല എന്ന് പറയും. അപ്പം രാധ പറയണം, ആണല്ലോ ഗുണമൊന്നുമില്ലല്ലോ, അപ്പം പിന്നെ നമുക്ക് ഗുണമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. എന്തായാലും നന്ദിനി അടുത്ത് വീട്ടിൽ പോക്കോ, എനിക്ക് ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓട്ടം വരുമ്പോൾ രാധ ഓട്ടോയിൽ കയറി പോകും കേട്ടോ. നന്ദിനി ഇങ്ങനെ ആകെ നാണം കെട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിക്രം വേദന വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ദീപ്തിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. വാതിൽ തുറക്കുമ്പോൾ വിക്രമേനെ കാണുമ്പോഴത്തേനും ഓടി വരികയാണ്. ആഹാ വിക്രമേട്ട എന്ന് പറയട്ടെ, വിക്രമേട്ടൻ വന്നോ, വാഗത്തേക്ക് വായെന്നൊക്കെ പറയാണ്. അപ്പോൾ നിൻ്റെ ചേച്ചി ലേഡി അകത്തുനിന്ന് ചോദിക്കുകയാണ്. വേദേശി ഉണ്ട്, മുകളിലത്തെ റൂമിലുണ്ടെന്ന് പറയട്ടോ. അന്നൊന്ന് പോയിട്ട് വിളിച്ചിട്ട് വരാൻ പറയുമ്പോഴത്തേക്കും ദീപ്തി വേഗം തന്നെ അകത്തേക്ക് പോകുകയാണേ. അന്നേരം വണ്ടിയിൽ വെച്ചിട്ട് ശ്രീകാന്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താ ആരാവിടെ വന്നിരിക്കുന്നത്? അത് വിക്രമേട്ടൻ. വിക്രമോ? വേദേശിയുടെ വിക്രമേട്ടൻ എന്ന് പറയുകയാണേ. എന്താ വേദേശിനെ വിളിക്കാൻ പറഞ്ഞു? നീ ഇപ്പം അവളെ വിളിക്കാനാണ് പോകുന്നത്? അവനോടെ പറയാനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇപ്പം തൽക്കാലം അവളെ വിക്രമേട്ടൻ എന്നൊന്നും പറയണ്ട, കാരണം അങ്ങനെ ഒരാളുടെ ആയിട്ടുള്ള ഒരു ബന്ധവും ഇല്ല എന്ന് പറയുകയാണേ. അപ്പോഴേക്കും വർഷയും പത്മവും വരികയാണ്. ശ്രീകാന്ത് വഴക്കൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ എന്ന് പത്മം പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ദേഷ്യത്തോട് കൂടിയിട്ട് വരികയാണ്. എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്താടാ ഈ വീട്ടുകാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിന്നെ കാണാൻ വന്നതല്ല എന്ന് പറയും. എൻ്റെ വീട്ടിൽ എന്നെ കാണാനല്ലാതെ എന്നോട് സംസാരിക്കാനല്ലാതെ ഇപ്പോൾ തൽക്കാലം വേറെ ഒരാളോട് നിനക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാം കേട്ടോ. ഞാൻ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ വേദ, അവളുമായിട്ട് സംസാരിക്കാൻ വന്നതാണ്. എൻ്റെ ഭാര്യനോട് സംസാരിക്കണമെങ്കിൽ നിൻ്റെ അനുവാദം എന്തിനാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയാണെന്നുള്ളതിന് എന്ത് തെളിവുണ്ടാ? നിൻ്റെ ഭാര്യ സ്ഥാനമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അപ്പോഴേക്കും ദീപ്തി ആണെന്നുണ്ടെങ്കിൽ വേദന വിളിക്കാൻ പോകും കേട്ടോ. പത്മം പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ദീപ്തി ഈ വേദന വിളിക്കാനായിട്ട് പോകും. അപ്പോഴേക്കും പത്മം വർഷയും കൂടിയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ശ്രീകാന്ത് എന്ന് വെച്ചാൽ വിക്രമിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ട്, അത് ഉള്ളിടത്തോളം കാലം എനിക്ക് അവളെ കാണാനും സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറയും. ആ താലിയും കൂടെ ഞാൻ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് കാണിച്ചു തരാടാന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് വിക്രം, എന്നാൽ പിന്നെ അളിയനെ അതും കൂടെ കാണിച്ചതായോ, അതും കൂടെ കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പോഴേക്കും പത്മം വരും. വിക്രം വഴക്കുണ്ടാക്കരുതെന്ന് പറയട്ടെ. ഞാൻ വഴക്കുണ്ടാക്കാനൊന്നല്ല അമ്മയെ വന്നത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഒരു ആരാടാ നീ അമ്മ എന്ന് വിളിച്ചത് എന്ന് നോക്കി. പ്രായത്തിന് ബഹുമാനിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മനോടൊക്കെ പെരുമാറിയിട്ടുള്ളതെന്ന് ഞാൻ മറന്നിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ വിക്രം പറയും. അപ്പോഴേക്കും ദീപ്തി ചെന്നിട്ട് മുകളിൽ വാതിലിൽ മുട്ടി വിളിക്കുകയാണ്, വേദേശി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വേദ വരികയാണ്. എന്താ കാര്യം? ചേച്ചി താഴേക്കൊന്ന് വന്നേ. എന്താ കാര്യം? അതെ, വിക്രം ചേട്ടൻ വന്നിട്ടുണ്ട്. വിക്രം ചേട്ടനെ ഇപ്പം തന്നെ ശ്രീകാന്തേട്ടൻ തല്ലാനുള്ള ചാൻസ് ഉണ്ട്. അവർ രണ്ടുപേരും അടിയാവും, വേഗം വാന്ന് പറയും. അപ്പോഴേക്കും വേദം ഓടുകയാണ് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ പുറത്തേക്ക് ഓടിച്ചില്ലാണ്. അപ്പോഴേക്കും ശ്രീകാന്തും വിക്രവും തമ്മിലുള്ള തർക്കം മൂത്ത് നിൽക്കുകയാണേ. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിലും ഒരു പൊടിക്ക് വിക്രമിനെ അകത്ത് കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിലും നിൻ്റെ അനുവാദം വേണ്ട, എനിക്ക് ഈ വീട്ടിലേക്ക് കയറി വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പിടിയും വലിയൊക്കെ ആവും കേട്ടോ. വർഷയും പത്മൊക്കെ കൂടിയിട്ട് പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാകുമ്പോഴേക്കും വേദം ഓടി വരികയാണ്. വേദം ഓടി വന്നിട്ട് നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. നമ്മുടെ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അത് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ ഉറക്കനെ വിളിച്ച് പറയണം, നിർത്താനല്ലേ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ഒന്ന് നിർത്തിയിട്ട് വേദന നോക്കുകയാണ്. വിക്രമിന് വിടാൻ പറയണം കേട്ടോ. അപ്പം ശ്രീകാന്ത് വിടാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയിൽ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങ് വിട്ട് എഴുന്നേക്കാണ്. എന്നിട്ട് വേദ ശ്രീകാന്തിനെ ദേഷ്യത്തിലൊന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം വേദ ചെന്നിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് കൈ നീട്ടാണ്. കൈ നീട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന ഭാഗം വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.